ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനിൽ ആഭ്യന്തര കലാപം കഴിഞ്ഞ 11 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് ഇറാൻ ഭരണകൂടം കാര്യമായി തന്നെ നടത്തിക്കൊണ്ടുമിരിക്കുന്നു. ഗവർണറെ രാജിവെപ്പിച്ച് പുതിയ ഗവർണറെ നിയോഗിച്ചും ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രക്ഷോഭകാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറായും ഒരു തരത്തിലും അടുക്കാത്ത പ്രക്ഷോഭകാരികളെ പോലീസിനെയും സൈന്യത്തെയും ഉപയോഗിച്ച് അടിച്ചമർത്തിയുമൊക്കെയാണ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ ഊർജിതമാക്കുന്നത്. എന്നാൽ ഇറാനെ ഇപ്പോൾ ആക്രമിക്കും എന്ന് പറഞ്ഞ അമേരിക്ക പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി പല ഘട്ടങ്ങളിലും അമേരിക്ക ഇറാന് വലിയ ഭീഷണികൾ നൽകിയിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനിലെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ പരിപൂർണ സംരക്ഷണവും പിന്തുണയും നൽകും എന്നായിരുന്നു ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു. എത്രയും പെട്ടെന്ന് ആണവ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുകയോ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ഇല്ലാതാക്കുകയോ ചെയ്തില്ലെങ്കിൽ തങ്ങളും ഇറാന് നേരെ നീങ്ങുമെന്നായിരുന്നു നെതന്യാഹുവും ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞത്. എന്നാൽ ഇറാൻ ഇത്രയധികം ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതൊരവസരമാക്കി ഇറാനിലേക്ക് കടന്നു കയറാൻ അമേരിക്കയോ ഇസ്രായേലോ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യം. ഇപ്പം നമുക്കടിയിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന കുറേ വിഡ്ഢി പരീക്ഷകളുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെ സഹായത്തോടെ മാത്രം ലോക വിവരങ്ങൾ ഇതാണ് എന്ന് ധരിക്കുന്ന മണ്ടന്മാർ. ഈ മണ്ടന്മാർ അറിഞ്ഞിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളെയും ശത്രുപക്ഷത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്ന കാര്യം. ഇവരിപ്പോഴും മൈ ഫ്രണ്ട് എന്ന മട്ടിൽ ട്രംപിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് വിചാരിച്ചാൽ എന്തും നടക്കും, ട്രംപ് ഇറാനെ അവസാനിപ്പിക്കും, ട്രംപ് ലോകം ഭരിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യമായ ഇന്ത്യയെയും 500% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിനെ ഇവിടെയുള്ള ശാഖാമിത്രങ്ങൾ, വിവരദോഷികൾ ഇപ്പോഴും പൂവിട്ട് പൂജിച്ച് വാഴ്ത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ രാഷ്ട്രീയ ബോധം, ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ രാഷ്ട്രബോധം. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പേജ് ഒന്ന് മാറിയാൽ അതിൻ്റെ അഡ്മിൻ എന്തെങ്കിലും ഒരു വിവരക്കേട് അയച്ചാൽ മാറുന്നതേയുള്ളൂ ഇവരുടെ രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവുമെന്ന് ഇതോടുകൂടി മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ഇത് ഖാംനെയി ഭരണകൂടം അല്ലെങ്കിൽ ഇറാൻ്റെ ഇസ്ലാമിക ഭരണകൂടം നേരിടുന്നത് ഇതാദ്യമായിട്ടല്ല. കാരണം ഇതിനു മുമ്പ് 2022 ഇറാനിൽ ഒരു യുവതിയെ സദാചാര പോലീസ് ഹിജാബ് കൃത്യമായി ധരിച്ചില്ല എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ഇറാനിൽ ഇതുപോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത് ഇറാൻ തകരുകയാണ്, ഖാംനെയി ഇല്ലാതാവുകയാണ്, ഇറാൻ്റെ ഭരണകൂടം തന്നെ ആയത്തുള്ളയിൽ നിന്ന് മാറുകയാണ്, അവിടെ ഷാ ഭരണകൂടത്തിന് തുടർച്ച വരികയാണെന്നൊക്കെയാണ് അന്നത്തെ മാധ്യമ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ അതിനെയൊക്കെ അടിച്ചമർത്തി വീണ്ടും അധികാരത്തിൽ തുടരുന്ന ഭരണകൂടമാണ് ആയത്തുള്ള ഭരണകൂടം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും, ഇറാൻ തകരും, ഖാംനെയിയെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ഖാംനെയിയെ വെനിസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല ഇറാനിലേക്ക് ഒരു സൈനിക നീക്കത്തിന് പ്രഖ്യാപനം നടന്ന് 11 ദിവസം കഴിഞ്ഞിട്ടും ഇറാനിലേക്ക് സൈനികമായി നീങ്ങാൻ, ഇറാനിലെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കാൻ, നേരിട്ട് പോയി പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ ട്രംപ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പരമപ്രധാനമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, റഷ്യയുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ മണിക്കൂറിൽ റഷ്യ യുക്രൈനിലേക്ക് ഒരു ആണവ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. എത്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മാധ്യമങ്ങൾ അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഞാൻ പലയിടത്തും പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കി എന്ന് മാത്രമാണ്. എന്നാൽ ആ അയച്ച മിസൈലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അതെങ്ങോട്ടാണ് വിക്ഷേപിച്ചത് എന്നതിൻ്റെ ആ ഒരു കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം, അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും വീരവാദങ്ങൾക്കപ്പുറം സൈനിക നടപടിയുമായി ഇറാനിലേക്ക് പോകുന്നില്ല എന്നതിൻ്റെ ഉത്തരം കിട്ടും. അതായത് റഷ്യ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത് ഒറഷ്നിക് എന്ന് പറയുന്ന ഒരു മിസൈലാണ്. ഈ ഒറഷ്നിക് മിസൈൽ എന്ന് പറയുന്നത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളൊരു മിസൈലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധങ്ങളുടെ ചെറു പതിപ്പുകളെങ്കിലും ഈ മിസൈലുകൾ വഹിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതകൾ ഉണ്ടെങ്കിലും
റഷ്യ ആണവശേഷിയുള്ള മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിൻ്റെ ഫോട്ടോകൾ, അതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒറഷ്നിക് മിസൈലുകൾ, എന്തുകൊണ്ട് ഇത് ഈ സമയത്ത് വിക്ഷേപിച്ചു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പശ്ചിമേഷ്യയ്ക്ക് നേരെ ഒരു സാമ്രാജ്യത്വ കടന്നുകയറ്റം അല്ലെങ്കിൽ നാറ്റോ അധിനിവേശം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എന്ന് പറയാവുന്ന വിധത്തിലാണ്, അമേരിക്കയുടെ മുഴുവൻ ആശീർവാദത്തോടു കൂടിയാണ് ഇസ്രായേൽ ഹമാസിന് നേരെ ഗസയിൽ ഇക്കണ്ട കാലം അത്രയും ആക്രമണങ്ങൾ നടത്തിയത്. ഇത് മാത്രമല്ല, ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും, ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇറാനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലെ പരമാധികാര രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറുന്ന വിധത്തിലുള്ള ട്രംപിൻ്റെ വെല്ലുവിളി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ സംഭവിച്ചത് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകും. ഞങ്ങൾ തീരുമാനിക്കുന്നത് എല്ലായിടത്തും ഞങ്ങൾ നടപ്പാക്കും. ഈ റഷ്യയുമായുള്ള എണ്ണക്കച്ചവടത്തിൻ്റെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേലെ 500% നികുതി ചുമത്തും, തീരുവ ചുമത്തും, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇടയും എന്ന നിലയിലൊക്കെ, ഒരു ലോക രാജാവ് എന്ന നിലയിലേക്ക്, ഒരു ലോക പോലീസ് എന്ന നിലയിലേക്കൊക്കെ ബുഷിൻ്റെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഈ പറയുന്ന ട്രംപ് നിലപാട് സ്വീകരിക്കുകയാണ് തുടർച്ചയായി. ഇത് ലോകരാജ്യങ്ങളുടെ പരമാധികാരത്തിനോടുള്ള വെല്ലുവിളിയാണ്, പശ്ചിമേഷ്യയോടുള്ള വെല്ലുവിളിയാണ്, സകല രാജ്യങ്ങളുടെയും അവരുടെ ഡിഗ്നിറ്റിയോടുള്ള വെല്ലുവിളിയാണ്. അതായത് ട്രംപിനെ അനുസരിച്ചില്ലെങ്കിൽ, ട്രംപിൻ്റെ കാല് തൊട്ട് വന്ദിച്ചില്ലെങ്കിൽ, ട്രംപ് പറയുന്നതെല്ലാം കേട്ടില്ലെങ്കിൽ ആരെയും എന്തും ചെയ്യുമെന്നുള്ള ധാർഷ്ട്യമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ പലരും പാടിപ്പുകഴ്ത്തുന്ന ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന് ഭ്രാന്താണ് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നെ തുറന്നു പറഞ്ഞിരുന്നു. അയാൾ അധികം വൈകാതെ ഇറാനിലേക്ക് പോയി കയറിക്കൊടുക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ ട്രംപ് ഇറാനെ വെല്ലുവിളിക്കുന്നതല്ലാതെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഈ റഷ്യയുടെ ഇത്തരം നടപടികളെ തുടർന്നാണ്. അതായത് റഷ്യ ശക്തമായ ആയുധങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, വജ്രായുധങ്ങൾ ഒന്നൊന്നായി പുറത്തുവിടുന്നു. ഈ വജ്രായുധങ്ങൾ എന്ന് പറയാവുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒറഷ്നിക് മിസൈല് പോയി പതിച്ചിരിക്കുന്നത് പോളണ്ടിൻ്റെ അതിർത്തിക്കുള്ള പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവീവ് പ്രദേശത്താണ്. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ അതിർത്തിയിലാണ്, നാറ്റോയുടെ അതിർത്തിയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിലൂടെ റഷ്യ നൽകുന്ന സന്ദേശം, നാറ്റോ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സൈന്യം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുമായി ഞങ്ങൾക്കെതിരെ വന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് ആണവായുധങ്ങൾ പ്രയോഗിച്ചാലും ഇല്ലെങ്കിലും ആണവശേഷിയുള്ള മിസൈലുകൾ, ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉപയോഗിച്ചു എന്നുള്ളത് അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിൻ്റെ ഒരു സൂചന, ഒരു വെല്ലുവിളി എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു മുമ്പ് 2024 നവംബറിൽ റഷ്യ ഒറഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് മാത്രമല്ല, ഇറാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിലകൊള്ളുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ റഷ്യ സംരക്ഷിക്കുമെന്നും അദ്ദേഹം റഷ്യയിലേക്ക് നീങ്ങുമെന്നും റഷ്യയുടെ അഭയത്തിൽ നിന്നുകൊണ്ട് ഇറാനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഈ അടുത്തിടയ്ക്ക് വന്നിരുന്നു. എന്ന് മാത്രമല്ല, റഷ്യയുടെ സഹായത്തോടെ ഇറാൻ 3 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് ഈ സംഘർഷങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി വിക്ഷേപിച്ചുവെന്നും അത് ഇസ്രായേലിനെ കുറെ കൂടി സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുമൊക്കെയുള്ള വാദങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരുന്നു. അപ്പോൾ റഷ്യ ഇറാൻ ബന്ധം ദൃഢമാണ്, വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ഇതേ ഇറാനിലേക്കാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറാകുമെന്ന് അമേരിക്ക നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുകൂടി ചേർത്തുള്ള ശക്തമായൊരു താക്കീതും വെല്ലുവിളിയും തന്നെയാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് ട്രംപിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന നീക്കമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, റഷ്യക്കെതിരെ അമേരിക്ക ശക്തമായ നിലപാടുകളൊക്കെ എടുക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തും, തീരുവ വർദ്ധിപ്പിക്കുമെന്ന് പറയും, വർദ്ധിപ്പിക്കും. പക്ഷെ ഒരിക്കലും റഷ്യയ്ക്ക് നേരെ സായുധമായ ഒരു ആക്രമണത്തിന് ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ അമേരിക്ക തയ്യാറായിട്ടില്ല. USSRൻ്റെ കാലത്തായാലും അമേരിക്കയുടെ വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ USSRുമായി മത്സരിക്കാറുണ്ട്, റഷ്യയുമായി മത്സരിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും റഷ്യക്കെതിരെ പല നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും റഷ്യയിലേക്ക് നേരിട്ടുള്ളൊരു ആക്രമണത്തിന് അമേരിക്ക മുതിരുന്നില്ല. അതിനുള്ള കാരണം റഷ്യ ആണവരാജ്യമാണ്. ഇതുതന്നെയാണ് ഉത്തര കൊറിയയുമായിട്ടുള്ള അമേരിക്കയുടെ ഭയം. ഉത്തര കൊറിയയ്ക്കെതിരെയും ശക്തമായ പല അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ ട്രംപ് നടത്താറുണ്ടെങ്കിലും സായുധമായൊരു നടപടിയിലേക്ക് പോകാൻ മടിക്കും.
കാരണം ഉക്രൈൻ്റെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയിലേക്ക് പോയാൽ ആണവായുധം പ്രയോഗിക്കാനോ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അങ്ങനെ തകർക്കാനോ ഒന്നും ഉത്തര കൊറിയയ്ക്ക് ഒരു മടിയും ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടി ശക്തമാകുമെന്ന് കരുതുന്നിടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അവിടെ വാക്പ്രയോഗങ്ങൾ നടത്തുക, വെല്ലുവിളികൾ നടത്തുക എന്നത് തന്നെയാണ് അമേരിക്കയും ട്രംപും സ്വീകരിക്കുന്ന നയം. ഇവിടെയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇറാനെ ഇപ്പോൾ തീർക്കും, ഇപ്പോൾ അങ്ങോട്ട് കയറും, അടിക്കും പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനാണെങ്കിൽ ഇസ്രായേലിന് നേരെ തങ്ങളുടെ മിസൈലുകൾ തിരിച്ചു വച്ചിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ക്ലസ്റ്റർ ബോംബുകളും ബലിസ്റ്റിക് മിസൈലുകളും ഞങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞത് അവരുടെ ഡിഫൻസ് യോഗത്തിലാണ്. അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സേന അവരുണ്ടാക്കിയിട്ടുണ്ട്, പ്രതിരോധ സഭ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സഭയിലാണ്, ഡിഫൻസ് കൗൺസിൽ എന്ന് പറയും, ഈ യുദ്ധ സാഹചര്യം അതിജീവിക്കാൻ വേണ്ടി, ശത്രുക്കളുടെ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ വേണ്ടി, ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയൊക്കെ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് ആയുധങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് റഷ്യ ഉയർത്തുന്ന ഈ വെല്ലുവിളി അത് ഭയാനകമായ വെല്ലുവിളിയാണ്. അതായത് ഈ ഒറഷ്നിക് മിസൈൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ദൂരപരിധി 13,600 km/h. 13,600 km ദൂരം ഒരൊറ്റ മണിക്കൂറിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞാൽ റഷ്യയ്ക്ക് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ തകർക്കാൻ മിനിറ്റുകൾ മതിയാകും. അപ്പോൾ അത്രയും ശക്തമായ മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ട്, തങ്ങളും ഒന്നിനും മടിക്കാത്തവരാണ് എന്ന സൂചന നാറ്റോ സഖ്യത്തിനും അമേരിക്കയ്ക്കുമൊക്കെ നൽകുക എന്നുള്ളത് തന്നെയാണ് റഷ്യ ഈ ഒരു മിസൈലുകൾ പ്രയോഗിച്ചതിലൂടെ അവർ വ്യക്തമായി പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ, അതൊരു വെല്ലുവിളിയായി കണക്കാക്കിയില്ലെങ്കിൽ തങ്ങൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇറാനിലേക്കൊക്കെ ചെന്ന് കയറിക്കൊടുത്താൽ റഷ്യയുടെ കൂടി ആക്രമണത്തിന് ഇരയാകേണ്ടി വരുമെന്ന ഭയം അമേരിക്കയ്ക്ക് നല്ല പോലെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇറാനെ തൊടാൻ അമേരിക്ക തയ്യാറാകാത്തത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ മറ്റെന്താണ് പ്രശ്നം? ഇപ്പോഴാണെങ്കിൽ ഇറാനിൽ വലിയ ആഭ്യന്തര കലാപം നടക്കുന്നു, ആഭ്യന്തര സംഘർഷം നടക്കുന്നു, ഭരണകൂടം അസ്ഥിരപ്പെട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് സുവർണാവസരം, ഗോൾഡൻ ചാൻസ്. പക്ഷേ അപ്പോഴും അമേരിക്കയോ ഇസ്രായേലോ പറച്ചിലിനപ്പുറം നീങ്ങുന്നില്ല. അതിൻ്റെ ഗുട്ടൻസ് റഷ്യ കട്ടയ്ക്ക് ഇറാനൊപ്പമുണ്ട്. റഷ്യ ആണവ രാജ്യമാണ്. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ തൊടില്ല അമേരിക്ക എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.